വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയിൽ അന്വേഷണം തുടങ്ങി. കൽപ്പറ്റ വിജിലൻസ് അന്വേഷണം തുടങ്ങിയതായി ഡിവൈഎസ്പി അറിയിച്ചു. സാമ്പത്തിക ഇടപാടുകളാണ് ആദ്യഘട്ടത്തിൽ അന്വേഷിക്കുക. IC ബാലകൃഷ്ണൻ MLA-ക്കെതിരായ നിയമനക്കോഴ ആരോപണങ്ങളും അന്വേഷണ പരിധിയിൽ വരും. AK അഭിലാഷ് വിവരങ്ങളുമായി. അഭിലാഷ്, ഇപ്പോൾ കൽപ്പറ്റ വിജിലൻസ് അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ്. ആരൊക്കെയാണ് അന്വേഷണ സംഘത്തിലുള്ളത്? എന്തൊക്കെയാണ് അന്വേഷണ പരിധിയിൽ വരുന്ന വിഷയങ്ങൾ? ഇപ്പോൾ IC ബാലകൃഷ്ണനുമായി ബന്ധപ്പെട്ട് അതിശക്തമായ പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്ന ഒരു ഘട്ടമാണ് CPM-നെ സംബന്ധിച്ച്. ഇപ്പോൾ IC ബാലകൃഷ്ണൻ MLA സ്ഥാനം രാജിവെക്കണമെന്ന അടക്കമുള്ള ആവശ്യങ്ങളാണ് CPM ഉന്നയിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ വിജിലൻസ് അന്വേഷണത്തിൽ വരും? സ്മൃതി, NM വിജയന്റെ മരണം, അതോടൊപ്പം തന്നെ മകന്റെ അടക്കമുള്ള മരണങ്ങളുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ക്രമക്കേടുകളും ഇടപാടുകളെ സംബന്ധിച്ചുമുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. പോലീസിന്റെ അന്വേഷണം ഒരു ഭാഗത്തൂടെ നടക്കുന്നുണ്ട്. ഇതിന് സമാന്തരമായി തന്നെയാണ് ഇപ്പോൾ വിജിലൻസിന്റെ അന്വേഷണം കൂടി നടക്കുന്നതെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. DYSP ഷാജി വർഗീസ്, അതായത് കൽപ്പറ്റ ഡിവിഷനിൽ തന്നെയാണ് അന്വേഷണ ചുമതലയുള്ളത്. DYSP ഷാജി വർഗീസിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഷാജി വർഗീസ് തന്നെ പറയുന്നത് അന്വേഷണം നേരത്തെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ള വിവരം കൂടിയാണ് വരുന്നത്. ഏതായാലും ഈ വിജയന്റെ മരണത്തിന് ശേഷമാണ് ഈ നിയമനക്കോഴയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കൂടി ഉയർന്നു വരുന്നത്. ഇതിൽ ചില വിവരങ്ങളടക്കം റിപ്പോർട്ട് TV അടക്കം പുറത്തുവിടുകയും ചെയ്തിരുന്നു. ഇതൊക്കെ അന്വേഷണ പരിധിയിൽ വരുമെന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ IC ബാലകൃഷ്ണന്റെ പേരടക്കം ചില ഉടമ്പടിയിൽ കാണുകയും ചെയ്തിരുന്നു. ഇതൊക്കെ അന്വേഷണ പരിധിയിലേക്ക് വരുമെന്ന കാര്യം കൂടി പറയുന്നു. അതോടൊപ്പം തന്നെ വിജയന്റെ ഡയറി കുറിപ്പിൽ 1.5 കോടിയുടെ സാമ്പത്തിക ബാധ്യതയുണ്ട് എന്ന് വ്യക്തമാക്കിയിരുന്നു. ഇത് പോലീസിന്റെ അന്വേഷണത്തിൽ 1 കോടി രൂപയുടെ സാമ്പത്തിക ബാധ്യത കണ്ടെത്താനും കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിയമനക്കോഴയുമായി ബന്ധപ്പെട്ട് 55 ലക്ഷം രൂപയുടെ ആരോപണങ്ങൾ ഇതിനകം തന്നെ ഉയർന്നു കഴിയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ നടന്നു എന്നുള്ള ആരോപണങ്ങൾ കൂടി മറുഭാഗത്ത് ഉയരുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇതൊക്കെ അന്വേഷണത്തിന്റെ പരിധിയിൽ വരുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരേ സമയത്ത് പോലീസിന്റെ അന്വേഷണവും അതോടൊപ്പം തന്നെ വിജിലൻസിന്റെ അന്വേഷണം സമാന്തരമായും നടക്കുന്ന ഒരു പ്രത്യേക സാഹചര്യം കൂടിയാണ് ഇപ്പോൾ വന്നിരിക്കുകയും ചെയ്യുന്നത്. ശരിയാക്കി അഭിലാഷാണ് വിവരങ്ങൾ നൽകിയിരിക്കുന്നത്. IC ബാലകൃഷ്ണനുമായി ബന്ധപ്പെട്ടുള്ള ആരോപണത്തിന്മേൽ കൂടി വിജിലൻസ് അന്വേഷണം നീങ്ങുമെന്നുള്ളതാണ് സൂചന.